ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് 2 ആഴ്ചത്തോളമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം മടിയായിരുന്നു. മടി മാത്രമല്ല, എക്സാം ആയിരുന്നു കേട്ടോ. എക്സാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും വീഡിയോ എടുക്കാൻ ഞാൻ വലിയ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിന് ഫ്രീ ആക്കി വിട്ടതാണ്. പക്ഷെ പഠിപ്പും നടന്നില്ല. എക്സാം ജയിച്ചോ തോറ്റോ എന്ന് കുറച്ച് കഴിഞ്ഞാലുള്ളൂ ഇനി സെമ്മിൻ്റെ റിസൾട്ട് വരിക. എന്തായാലും ലാസ്റ്റ് സെമ്മ് കഴിഞ്ഞു. ഇതിൻ്റെ ഡിഗ്രി ഞാൻ ഇപ്പം നോർമൽ ഡിഗ്രി കോളേജിലാണ് നോർമൽ കോളേജിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഠിപ്പ് തീർന്ന് ഞാൻ വീട്ടിൽ കുത്തിരിക്കുന്ന ടൈമായി. പക്ഷെ എനിക്ക് അയാട്ടിൻ്റെ ക്ലാസ്സും കൂടി ഉണ്ട്. അതുകൊണ്ട് പഠിത്തം ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇനിയും അയാട്ടിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാണ്ട്. അതുകൊണ്ട് മെയ് ഒരു ഹാഫ് പോർഷൻ ആവണ വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. ഇനി അടുപ്പിച്ച് ഒന്നരാടം വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷോർട്സ് ഡെയിലി ഇടണം എന്നൊക്കെ വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം ഇന്ന് നമുക്ക് നോമ്പ് കഴിഞ്ഞതിന് ശേഷം അധികം ചായക്ക് സാധനമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാം. പിന്നെ ഇവിടെ പാലട പായസത്തിന് മിക്സ് ഇരിക്കുന്നുണ്ട്. എനിക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് പായസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയുള്ളൊരു കുട്ടി ഈവനിങ് വ്ളോഗിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത് ഗൈസ്. വെൽക്കം ടു മൈ ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഗൈസ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിലെത്തി. കിച്ചണൊക്കെ ഞാൻ കുറച്ച് ദിവസമായി കണ്ടിട്ട് എക്സാമാണെന്നുള്ള വ്യാജേനല്ല, എക്സാമിന് പഠിക്കാനാണെന്നുള്ള വ്യാജേന ഞാൻ കിച്ചണിലേക്ക് കയറാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ഇപ്പോൾ എക്സാമിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിലോട്ട് കയറുന്നത്. കിച്ചണിലോട്ട് കയറിയപ്പോൾ നല്ല രസം. എൻ്റെ അല്ല മമ്മൻ്റെ എസ്തെറ്റിക് പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു വരുന്നുണ്ട്. ഇനി അടുത്ത പൈനാപ്പിൾ മേടിച്ചിട്ട് എസ്തെറ്റിക് ആയിട്ട് പിന്നെയും ചട്ടിയിൽ വെക്കും. പിന്നെ നമുക്ക് ഇനി വർത്താനം പറയാതെ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം. അതിൽ നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേരം ആവില്ല, രാത്രിയാവും സ്നാക്സ് കഴിക്കാൻ. അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ ആദ്യം എനിക്ക് പണി തന്നത് മമ്മയാണ് കേട്ടോ. മമ്മ പറഞ്ഞു അവിടെ ഞാൻ കുറച്ച് മുന്തിരിങ്ങൾ കഴുകി വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്ത് ചെറിയ പാത്രത്തിലായിരിക്കും മുന്തിരിങ്ങളാക്കി വെച്ചിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായുള്ള ചെറിയ പാത്രത്തിൽ മുന്തിരി അടച്ചു വെച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ദോശൻ്റെ മാവുകൾ മേടിക്കാറുണ്ട്. ഇപ്രാവശ്യം ദോശൻ്റെ മാവ് മേടിച്ചപ്പോൾ കുറച്ച് ബാക്കിയായി. ഈ ദോശൻ്റെ മാവ് ഇതുകൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി ആർക്കും തികയില്ല, എടുത്ത് കളയാനും പറ്റില്ല, ദോശൻ്റെ മാവല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ദോശൻ്റെ മാവായിട്ട് സ്നാക്സ് ഉണ്ടാക്കാം. കാരണം ഞാനൊരു വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു ഇതേപോലെ ഈ മാവ് ഉപയോഗിച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ദോശമാവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കേണ്ടതെന്ന്, എങ്ങനെയാണ് സ്നാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നോ അങ്ങാണ്ട് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ്ട് ഈ റെസിപ്പി. അപ്പോൾ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് യൂട്യൂബിൽ ഇതൊക്കെ ഒരു പിടുത്തണ്ടാവില്ല. ഞാൻ ഉഴുന്ന് ബാറ്റർ റെസിപ്പി സ്നാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ അടിച്ചിട്ട് അവസാനം എനിക്ക് ആ റെസിപ്പി ആണ് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. ഇനി അതൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് വെട്ടി വെക്കട്ടെ ആദ്യം ഗൈസ്. നമ്മളെങ്ങനെയാണോ ഒരു പൊക്കവട ഉണ്ടാക്കുക അതിൻ്റെ സെയിം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളി കൊടുന്ന അരിയേ ചെയ്തത്. സവാള 2 ഒന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു സവാളൊക്കെ മതി, കാരണം അത്രയ്ക്ക് ബാറ്ററി ഇല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ആവേശം കാരണം കൊണ്ട് 2 സവാളൊക്കെ കൊണ്ട് എടുത്തു. എനിക്കാണെങ്കിൽ കുനുകുന അരിയാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വലിയ പീസുകളായിക്കണത്. പിന്നെ മാവിനെ നമ്മൾ നല്ല പിഴിഞ്ഞിങ്ങനെ എടുക്കണം. പിന്നെ ഞാൻ പുതിയ ടെക്നിക്ക് എല്ലാവരും കണ്ടില്ല, ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മാവൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും ഇതൊക്കെ ഇടണം. പിന്നെ ഒരു തുള്ളി ബേക്കിംഗ് സോഡ ഇടണം, ബേക്കിംഗ് പൗഡർ ഇടണം, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അത്ര പണിയുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മാവ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നമുക്ക് അടുത്തായിട്ട് ഇനി പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊരിക്കാനിടാം. പായസം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. ഇവിടെ പായസം ഉണ്ടാക്കുന്ന ആൾ മമ്മയാണ്. പക്ഷെ ഞാൻ അപ്രാവശ്യം മമ്മോട് ചോദിക്കാതെ ഉണ്ടാക്കാൻ പോകുന്നു പായസം. ഇതിൻ്റെ ബാക്കിലുണ്ടാവില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് നോക്കിയിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് മമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കൊളായി, നന്നായി. പക്ഷെ ഞാൻ നന്നാക്കും, ഞാൻ അടിപൊളിയായി ഉണ്ടാകും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം. എന്താ വെച്ചാൽ അതിൽ ചിക്കൻ കറിയും ബീഫ് കറികൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ വേറെ ചൂടുകാട്ടുള്ള സാധനം ഉരുളി പോലത്തെ സാധനത്തിൽ ഞാൻ ചോറാക്കി വെച്ചിരിക്കണം. പിന്നെ ഈ പാത്രം ബാലൻസ് ഉള്ള. അപ്പോൾ നമുക്കിത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകാനാണ് അമ്മ പറഞ്ഞത്. പക്ഷേ എനിക്ക് ബുദ്ധി കുറച്ച് കൂടിയ കാരണം കൊണ്ട് വെള്ളം ഇതിൽ തിളപ്പിച്ച് ഞാൻ ചൂടാക്കാൻ പോവാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഐഡിയ? ആക്ച്വലി ലോകത്ത് എല്ലാവരും എൻ്റെ പോലെ ചിന്തിക്കണം അല്ലേ അമ്മ? വെരി ബ്രില്യൻ്റ് ആയിട്ട്. എനിക്ക് മടിയായ കാരണം കൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിൾ വേസ് മാത്രമേ ആലോചിക്കാറുള്ളൂ. ആദ്യം പാലാണ് ഒഴിക്കണത്. പാലും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ അളന്ന് ഒഴിച്ചുകൊണ്ടിരിക്കണം, കൂടരുതല്ലോ. പിന്നെ ഇളക്കി ഇതും തിളക്കണമെന്നല്ല ഗൈസ്. അങ്ങനെ കാത്തിരുന്ന് പാല് തിളച്ച് എത്ര നേരമായി കാത്തിക്കണത്. ഇനി നമുക്ക് ഈ പാലിന് മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് വറ്റിച്ച് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാണ് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ചായിട്ട് ഇടാം.
അങ്ങനെ കുറച്ച് ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം എനിക്ക് ആകെ കൂടി ആർത്തിയായിട്ട് ഞാൻ മൊത്തത്തിലോട്ട് കൊട്ടി. അങ്ങനെ മൊത്തത്തിൽ കൊട്ടിയപ്പോൾ കൂടിയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇളക്കി കുറുകി വന്നപ്പോൾ അത്രയ്ക്കും ഇതില്ല മനസ്സിലായി. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി അമ്മ പറഞ്ഞത് നെയ്യ് ഒഴിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് നമ്മൾ സ്നാക്ക്. അങ്ങനെ ചട്ടി എടുത്തിട്ട് നമ്മൾ ഓയിലാണ് ഒഴിച്ചത്, എണ്ണ ഒഴിക്കാന്നില്ല, കാരണം വെളിച്ചെണ്ണ ഒഴിച്ചത് നഷ്ടത്തിലാവും. അപ്പോൾ നമ്മൾ ഓയിൽ എടുത്തു, അതല്ലേ കുറച്ച് ബുദ്ധികരമായ ഒരു നീക്കം. അങ്ങനെ നമ്മൾ ഓയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് മാവ് പോലെ ഇടുക വേണ്ടത്. പക്ഷേ എനിക്ക് കൈ കൊണ്ട് ഇടാൻ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ സ്പൂൺ ഇട്ടിട്ടോ. വയ്യാത്തത് മീൻസ് കയ്യുമാവൂലേ, അതാണ് കേട്ടോ മെയിൻ റീസൺ. അങ്ങനെ മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറത്ത് മാത്രമേ വേവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട കാരണം കൊണ്ട് ഉള്ളും വെന്തു പുറത്തും ക്രിസ്പി ആയി ഉണ്ടായിരുന്നു. അപ്പോൾ സായിമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഓനിക്കിത് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. എനിക്കൊന്നും പറയാറില്ല, ദീദി തന്നെ കഴിച്ചു നോക്കും. എന്നിട്ട് ദീദി പറഞ്ഞോന്ന് എന്നോട് പറഞ്ഞത്, ആരോടെ ഞാൻ ചോദിച്ചേ. അങ്ങനെ ഈ ലോ ഫ്ലെയിമിലിട്ട കാരണം കൊണ്ടേ കുറേ നേരം ചട്ടിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണ്ടേ, ചട്ടിൻ്റെ കൂടെ നിന്ന് ഞാനും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം എൻ്റെ സ്നാക്ക് റെഡിയായി. സോ ഗൈസ്, നമ്മൾ പൊക്കവട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പൊക്കവട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സായിമോൻ കഴിച്ചപ്പോൾ രസമുണ്ട്, ഞാനും കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ രസം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് നമുക്ക് റിവ്യൂ പറയിപ്പിക്കാം. ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ആഡംബരം അല്ലെങ്കിൽ ശരിയാവില്ല. ഈ ഒരു വെള്ള ജഗ്ഗിൽ ചായ വെള്ള ഗ്ലാസും കൂടി കുടിച്ചാലുള്ളൂ ഒരു സമാധാനം കിട്ടുക. അങ്ങനെ ജഗ്ഗ് കൊടുന്ന് വെച്ചു, സ്നാക്ക് കൊടുന്ന് വെച്ചു, ഗ്ലാസ് കൊടുന്ന് വെച്ചു, ടൊമാറ്റോ സോസ് കൊടുന്ന് വെച്ചു, അങ്ങനെ എല്ലാം കൊടുന്ന് വെച്ച് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയാൽ ഞാൻ ടേബിളിൽ കൊടുന്ന് നിരത്തി വെച്ചിട്ട് എല്ലാവരും വിളിക്കുള്ളൂ എന്ന്. ഞാൻ അമ്മ കഴിക്കുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അമ്മ ഇപ്പം എന്തെങ്കിലും പറയും വിചാരിച്ചിട്ട്. പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല. സായ്മോനാണെങ്കിൽ സോസ് മിക്സ് ആക്കണ തിരക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറയാം എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഒരു ഉഴുന്നുവട ദോശ ഒക്കെ കഴിക്കുന്ന ഫീലുണ്ട്. ആളുണ്ടാക്കിയതല്ലേ. എന്താണ് എനിക്ക് പറയാനുള്ളത്? വേം പറ. അടിപൊളി. ഓക്കെ, ഇനി ഇത് മാത്രല്ല, അടുത്തതായി പായസം കൂടി ഉണ്ടാവുന്നതാണ്. ഇപ്പോഴല്ല, കുറച്ചുണ്ട്. ഓക്കെ, ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പാത്രം കഴുകുമല്ലോ. പക്ഷേ ഈ പാത്രം കഴുകുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഈ പാത്രമൊക്കെ ഇങ്ങോട്ട് കഴുകി വെച്ചാൽ കിച്ചൺ ഇങ്ങനെ നീറ്റാക്കി തുടച്ചിങ്ങനെ വെച്ചാലൊരു സമാധാനം കിട്ടില്ല. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളും ഞാൻ തന്നെ കഴുകുക. ഞാൻ പറയില്ല, ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫുള്ള് ജോലി എനിക്കാക്കാരം. ടേബിളിൽ കൊടുന്ന് വെക്കുന്നത്, ടേബിളിൽ വന്ന് പാത്രങ്ങൾ കൊണ്ടാക്കണം. പിന്നെ പാത്രം കൊണ്ടാക്കുന്ന സമയത്ത് ഞാൻ സായിബോൾ ചെറുതായിട്ട് പേടിപ്പിക്കും, കൊണ്ടാക്കാൻ സഹായിച്ചോട് പറഞ്ഞിട്ട്. അപ്പോൾ സായിബോൾ ഇങ്ങനെ കൊണ്ടാക്കും. അങ്ങനെ എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി ഇന്നത്തെ എൻ്റെ സ്നാക്കിൻ്റെ പണികൾ കഴിഞ്ഞു. അപ്പോൾ ചായ കുടിക്കലും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് പായസം കുടിക്കാനാവണുള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി പായസം കുടിക്കാൻ നേരത്ത് കാണാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി പായസം കുടിക്കാൻ വേണ്ടി പോകുന്നത്. രാത്രി എത്ര 9:30 മണിയായി. ഇപ്പോഴാണ് പായസം കുടിക്കാൻ വേണ്ടി പോകുന്നത്. പായസം തണുത്ത കാരണം കൂടി ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ വാട്ട് എ പായസം. നല്ല കുറുകിയ പായസം ആയിക്കണം കേട്ടോ. വെള്ളമൊന്നും ഇല്ല, വറ്റിപ്പോയിക്കണം. എന്താ അറിയില്ല, എനിക്ക് പാൽ ഒഴിച്ചതിന് അളവ് കുറഞ്ഞിട്ട് തോന്നുന്നു. അപ്പം നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എല്ലാവർക്കും പായസം കൊണ്ടുപോയി കൊടുക്കാം. പായസം കുറച്ച് നേരമായാലും ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ ചൂടാറിയ കാരണം കൊണ്ട് ഞാൻ ഒന്നും കൂടി എടുത്തിങ്ങനെ ഇളക്കി മറിച്ച് സെറ്റാക്കി. പായസം നല്ല തിക്ക് ഫോമിലാണ് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ ചിലപ്പോൾ ബാക്കിയാവുകയെന്ന് വിചാരിച്ചു. പക്ഷെ 3 ഗ്ലാസ്സൊക്കെ വെച്ചപ്പോൾ അതിനുള്ളതേ വന്നുള്ളൂ. അപ്പോൾ പായസം ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ഗ്ലാസ്സിന് കറക്റ്റ് പായസമുള്ളൂ, അപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല. ഞാൻ നല്ല കട്ടിയും കണത്തിന് ഉണ്ടാക്കിയിരിക്കണമെന്ന്. ഈ 3 ഗ്ലാസ് കറക്റ്റ് ഫില്ല് ചെയ്യാൻ മാത്രമുള്ള പായസം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു പഠിച്ചോനെ ബാക്കിയാവുമെന്നൊക്കെ. ബാക്കിയായതേ ഇല്ല. ഇനി നമുക്ക് ഈ പെണ്ണ് കാണാൻ ചായ കൊണ്ടുവന്ന പോലെ പായസം കൊണ്ടുവന്നിട്ട് വരാം. അങ്ങനെ പായസം ഞാൻ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ സായ്മോനെ വിളിച്ചു പറ്റി സായ്മോനക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ. പായസം നല്ല തിക്ക് ഫോമിൽ എന്നത് പോരായിട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അമ്മ മിൽക്ക് മെയ്ഡും കൂടി കഴിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ മിൽക്ക് മെയ്ഡ് കഴിക്കാത്ത എന്തുകൊണ്ടും നന്നായി എനിക്ക് തോന്നി. കാരണം അത്രക്കും പഞ്ചസാര ഉണ്ടായിരുന്നു. എനിക്ക് അത്ര മധുരം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് കുറച്ചവിടെ വെച്ചു. സായ്മോനക്കും അമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ടു, കാരണം അവർക്ക് മധുരം നല്ല ഇഷ്ടമാണ്. നല്ല മധുരമുണ്ട് പായസം. ഇത് കുടിക്കുക ഒരൊറ്റൊക്കെ എടുത്തുറക്കും അല്ലേ. കഴിഞ്ഞോ ഇതൊന്നല്ലേ. അങ്ങനെ ഈ പായസം കുടിക്കലോട് കൂടി ഈവനിങ് വ്ളോഗ് കഴിഞ്ഞു. കാരണം രാത്രിയായി. ഇനി വ്ളോഗ് എടുത്താൽ അത് നൈറ്റ് വ്ളോഗാവും, ഈവനിങ് വ്ളോഗ് ആവില്ല. അപ്പം നമ്മളെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സോറി, അനിയൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.